അതെ, ചേട്ടനെ പറ്റി സുകുമാരൻ ഡോക്ടർ പറഞ്ഞ എനിക്കറിയാം. അയ്യോ സാറേ, അത് വെളിവില്ലാതെ. പിന്നെ സ്വന്തം മകളുടെ അടുത്തല്ലേ, അത് വിട്. സത്യമായിട്ടും കയ്യബദ്ധം പറ്റിയതാ. അങ്ങനെയാണേ തുറന്നു ചോദിക്കുന്നതിലൊരു അത് തോന്നരുത്. നമുക്കും കൂടെ ഒരു കയ്യബദ്ധത്തിന് സ്കോപ്പ് ഉണ്ടോ? സാറേ അതിപ്പോ ചേട്ടനിപ്പോ എന്നാ പ്രശ്നം? മകളാണോ പ്രശ്നം, കാശാണോ പ്രശ്നം? മകളാണ് പ്രശ്നം, അല്ലാതെ കാശാണ് പ്രശ്നം. അപ്പൊ ഇനി കാര്യത്തിലോട്ട് കിടക്കാം. ഇവിടെ നിശ്ചിത ദൂരം പോകേണ്ടി വരും. എന്താ സാറേ, അവൾ ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ടില്ല. പിന്നെ എന്റെ ചേട്ടാ ഇങ്ങനെയൊക്കെയല്ലേ പോയി തുടങ്ങുന്നേ. ചേട്ടാ, മകൾ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഇപ്പൊ ചേട്ടനകത്ത. ഇപ്പൊ കംപ്ലൈന്റും വേണ്ട. കിട്ടിയോ? ബാക്കി കാര്യങ്ങളൊക്കെ ആ വൈറ്റാൻ വറ്റിട്ടിരിക്കുന്ന ദാസപ്പാപ്പി പറയും. ഇതിലേ ബൈക്ക് ഞാൻ പിടിക്കണോ? എന്റെ പൊന്നു പിള്ളേച്ച ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ ഒരു നല്ല കാര്യത്തിന് പോവില്ലേ? ഞാനിപ്പോ എന്നാ വേണം? ഇച്ചിരി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നേ. പിന്നെ സന്തോഷം. എന്നാ കേറാം, വാ. കേറ് പിള്ളേച്ച. വല്ലതും കഴിച്ചായിരുന്നോ? രാവിലെ ഒരു കടുങ്കാപ്പി കുടിച്ചേച്ച് ഇറങ്ങിയതാ. ആഹാ. ഇവിടെ എന്താ കഴിക്കാൻ? പഴങ്കഞ്ഞിയുണ്ടോ? പഴകഞ്ഞില്ല. ഉള്ളിഡ്ലി? ഉള്ളിയിട്ടില്ല. ബാർലി ദോശ? അത് ഇല്ല. തന്ത? ഇല്ലില്ല. ഉണ്ട്. എന്തേ? ഒന്നും വേണ്ടേ, ചെല്ല്. മോളെ ഇങ്ങനെ പാത്രത്തിൽ നോക്കി ഇരിക്കാതെ എടുത്ത് കഴിക്ക്. ഓ, അവക്ക് വലിയ കടുപ്പൊന്നും ഇല്ല തന്നെ. അയ്യോ, ഈ പ്രായത്തിൽ കഴിക്കണം, എങ്കിലേ തടിയൊക്കെ ഇങ്ങ് മുറ്റി വരത്തുള്ളൂ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? എന്നോടി ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വീട് പിള്ളേച്ച. അതെ, ആ നായര് കഴിക്കുന്ന 2 പറവട്ട മേടിച്ചു തരട്ടെ. എനിക്ക് വേണ്ട. എന്നേലും കഴിയില്ലെങ്കിൽ ഗ്യാസ് കയറുന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ വേണ്ട. പിള്ളേച്ചോ, ആ പെങ്കൊച്ചിന് എന്തോ ഒരു ഇതില്ലേ? എന്തോ ഒരു ഇത് ഒരു തരം മറ്റൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇയാൾ അതിനാണോ ടെൻഷൻ അടിക്കുന്നത്? ഇതെന്നാ ഇയാളുടെ പേരമ്മയുടെ കുഞ്ഞുകൂടലാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നല്ല വിരല് ക്യൂടെക്സ് ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും. കൊച്ചെ, വില കൂടിയ 3-4 ചുരിദാറും എടുത്തേ. എത്ര വയസ്സുള്ള കുട്ടിക്കാ സർ? ഒരു 10-20 വയസ്സ് വരും. തീരെ വലിച്ചല്ല, എന്നാ അത്യാവശ്യം മണ്ണൊക്കെ ഉള്ള ഒരു കൊച്ച. ഉള്ളിലിടാൻ കൂടെ എടുത്തോ, ഇച്ചിരി പൂവും കായക്കുള്ളതേ. ദാണ്ട കേട്ടെ, ഇതന്നെ ആരും ഇവിടെ സാധനം വല്ല ആണോ? അതല്ല, സൈസ് എത്രയാ? കൊച്ചിന്റെ സൈസ് തന്നെ എടുത്തോ.
ചുരിദാറാ വെച്ചോ. മേടിച്ചോ? ദാസപാപ്പ എന്തി? ആ ഏതാണ്ട് മേടിക്കണമെന്ന് പറഞ്ഞു പോയതാ. ആ കുറച്ച് ബീഫും പച്ചക്കറിയൊക്കെ മേടിച്ചു. ആ കേറ്, കേറ്. വണ്ടിയില് ഗ്യാസും പാത്രമൊക്കെ ഇരിപ്പുണ്ടല്ലോ. ബീഫ് എന്നൊക്കെ ഒന്ന് പതുക്കെ പറ. നേരെ ഓ, എഞ്ചി തണുപ്പിക്കാനായിട്ടാ സാധനം എടുത്തേ. ആഹാ. എന്നാ. മോളെ ഇവിടുന്ന് അങ്ങോട്ട് ചുരം തുടങ്ങുക. ഭയങ്കര സീനറിയാ. ചുമ്മാ കുനിഞ്ഞിരിക്കാതെ പുറത്തോട്ടൊക്കെ നോക്കുന്നേ. അല്ലേ വിളിച്ച? അല്ല വിളിച്ചോ, നമുക്ക് ഈ കൊച്ചിനെ ഒഫീഷ്യലി ഒന്ന് പരിചയപ്പെട്ടെ. എന്നാ മോളുടെ പേരെന്നാ? പേര് പറഞ്ഞു കൊടുക്കും മോളെ. ചുമ്മാ നേരെ. എന്നാ പേര് പറയുന്ന ആണാണോ? എന്നാ വേണ്ട. ഇത് പിള്ളേച്ചൻ, ഗൾഫിലായിരുന്നു. ജോലി ചെയ്താലേ ശമ്പളം തരത്തുള്ള അറബി പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടിങ്ങ് പോകുന്നു. ഞാൻ മുറിയാനിക്കൽ കുട്ടിയപ്പൻ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ബിസിയാ, ഒരു പണിയില്ല. മോള് ഭയങ്കര സുന്ദരിയാ കേട്ടോ. മോളെ പോലെ ഒരു മോള് പിള്ളേച്ചനുണ്ട്. ഇല്ലേ പിള്ളേച്ച? വലിയ ഉണ്ട കണക്കായിട്ട്. ഇനി മോളുടെ പേര് പറ. ഇവളെ വീട്ടിൽ വിളിക്കുന്ന പേര് നേരെ. അവൾക്ക് പേര് പറയാൻ മടിയാണെങ്കിൽ വേണ്ട. പിന്നെ നിന്നെ ഞാൻ ലീല എന്ന് വിളിക്കും.